എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചേളാരിയിലാണ്. ചേളാരിയിൽ പുതുതായിട്ട് സർവീസ് റോഡിന്റെ ഭാഗത്ത് ഒരു മാറ്റം വന്നിട്ടുണ്ട്. നമ്മുടെ പരപ്പനങ്ങാടി ചെട്ടിപ്പടി ഭാഗങ്ങളിലേക്ക് ചമ്രവട്ടം, പൊന്നാനി, ഗുരുവായൂർ എന്നീ ഭാഗങ്ങളിലേക്കൊക്കെ കടന്നു പോകുന്ന റോഡിന്റെ ഭാഗത്ത് വളരെ വീതി കുറവായിരുന്നു. ആ ഭാഗത്ത് ഒരു പുതിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പിന്റെ നിർമ്മാണമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഫുള്ളായിട്ടില്ല, ഇനിയും വർക്കുകളൊക്കെ ഒരുപാട് നടക്കാനുണ്ട്. നാഷണൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ചേളാരി പറഞ്ഞിട്ടുള്ള ഒരു ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടാണ് പോകാനുള്ളത്. ഈ മനോഹരമായ സ്ഥലം ഏതാണെന്നല്ലേ, നമ്മുടെ തലപ്പാറ ഭാഗത്താണ്. വളരെ മനോഹരമായിട്ട് ഇവിടെ വർക്ക് കഴിഞ്ഞ് പുൽത്തകിടുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതുപോലുള്ള വർക്കാണ് ചേളാരിയിലും വരുന്നത്. ഇങ്ങനെയുള്ള കുറേ ഭാഗങ്ങളിലൊക്കെ വർക്കുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. കക്കാട് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടിരുന്നു. ഇങ്ങനെ മനോഹരമായിട്ടുള്ള ഡിവൈഡറുകൾ കൊടുത്ത് പുൽത്തകിടുകളൊക്കെ വെക്കാനുള്ള സ്ഥലങ്ങൾ ഒരുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. ചേളാരിയിലും ഇങ്ങനെയുള്ള വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചേളാരിയിൽ വരുന്ന അണ്ടർപാസ്. അത്യാവശ്യം വീതിയും വലിപ്പമൊക്കെ ഉള്ള ഒരു അണ്ടർപാസ് തന്നെയാണ്. ഇവിടെ ഫുട്പാത്തിന് വേണ്ടിയിട്ട് ഒരുക്കുന്നുണ്ട്. അതിൻ്റെ വർക്കുകളൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മൾ വന്ന വഴി. അപ്പോൾ നേരത്തെ ഇവിടെ കണ്ടവർക്ക് അറിയാം, ഇങ്ങനെയല്ലായിരുന്നു. ഇവിടെ ഒരു വലിയ വാഹനങ്ങൾക്ക് വളച്ചെടുക്കാനൊക്കെ വലിയ പ്രയാസമായിരുന്നു. നേരത്തെ അതുവഴിയായിരുന്നു വാഹനങ്ങളൊക്കെ കടന്നു പോയിരുന്നത്. ഇവിടെ പുതുതായിട്ട് ഇപ്പോൾ കുറച്ച് ഭാഗം സ്ഥലങ്ങളൊക്കെ എടുത്തിട്ട് ഇവിടെ വാഹനങ്ങൾ കടന്നു പോകുന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അണ്ടർപാസിൻ്റെ ഉള്ളിലോട്ട് കറക്റ്റായിട്ട് വാഹനങ്ങൾ ഉള്ളിലൂടെ കടന്നു വന്ന് നമ്മൾ പറഞ്ഞ പരപ്പനങ്ങാടി ചെട്ടിപ്പടി ഭാഗങ്ങളിലേക്കൊക്കെ പോകാനോ അവിടുന്ന് തിരിച്ചു വരാനും പറ്റുന്ന രീതിയിലേക്ക് ഇവിടെ റോഡ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തലപ്പാറ ഭാഗത്തൊക്കെ കണ്ട പോലെയുള്ളൊരു രീതിയിലേക്ക് ആയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇനി ചെടികളൊക്കെ വെച്ച് പുൽത്തകിടൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വലിയൊരു മാറ്റം തന്നെയാണ് ചേളാരിയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ചെട്ടിപ്പടി ആ ഭാഗത്തേക്ക് പോകുന്ന പരപ്പനങ്ങാടി റോഡിന്റെ ഭാഗത്തേക്ക് ഒന്ന് നോക്കാം. അങ്ങോട്ടാണ് ഇനിയുടെ നമുക്ക് പോയിട്ട് അവസാനിപ്പിക്കുക. ആ ഭാഗത്തുള്ള കാഴ്ചകൾ എന്താണ് നോക്കാം. പുതുതായിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇതാണ് പരപ്പനങ്ങാടി ചെട്ടിപ്പടിയിലേക്കുള്ള റോഡ്. ചില സമയങ്ങളിൽ ഹൈവേയിൽ ബ്ലോക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതുവഴിയാണ് എറണാകുളം ഭാഗങ്ങളിലേക്കൊക്കെ വാഹനങ്ങൾ കടന്നു പോയിരുന്നത്. അപ്പോൾ ഈ റോഡിൻ്റെ ഭാഗത്തേക്കാണ് ഇപ്പോൾ വലിയൊരു മാറ്റം തന്നെ സംഭവിച്ചിട്ടുണ്ട്. അത്യാവശ്യം വീതിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇപ്പോഴത്തെ ഒരു മാറ്റം ഇങ്ങനെയാണ്. വളരെ നല്ല രീതിയിലേക്ക് വർക്ക് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മേലെ ചേളാരി ഭാഗത്തേക്ക് പോയി നോക്കാം. സർവീസ് റോഡിലൂടെയാണ് പോകുന്നത്. നമ്മൾ അധികം ഹൈവേൻ്റെ മുകൾ ഭാഗത്തുള്ള കാഴ്ചകളാണ് കാണിക്കാറുള്ളത്. താഴ്ഭാഗത്ത് ഇങ്ങനെയുള്ള പുതിയ മാറ്റങ്ങൾ വരുന്നത് നമ്മളാരും ശ്രദ്ധിക്കാറില്ല, അങ്ങനെ കാണിക്കാറുമില്ല. അപ്പോൾ സർവീസ് റോഡിൻ്റെ ഭാഗത്തൊക്കെ ചില ഭാഗത്തൊക്കെ ഇങ്ങനെയുള്ള ഡിവൈഡറുകൾ കൊടുക്കുന്നത്, പുല്ല് വെക്കുന്ന വർക്കുകളൊക്കെ വീണ്ടും KNRCL കമ്പനി അവസാന ഫിനിഷിംഗ് വർക്ക് എന്ന നിലയിൽ ഉള്ള വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗത്തേക്കൊക്കെ വരുന്ന ഭാഗത്തൊക്കെ ഇനി ഫുട്പാത്തിൻ്റെ വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. ഇങ്ങനെയുള്ള വർക്കുകളൊന്നും തുടങ്ങിയിട്ടില്ല. ചില ഭാഗത്തൊക്കെ ഇപ്പോൾ മലപ്പുറം കോയിച്ചന ഭാഗത്തൊക്കെ വരുന്ന ഭാഗത്തൊക്കെ ഫുട്പാത്തിൻ്റെ വർക്കുകളൊക്കെ നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞ് ടൈലിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഹൈവേൻ്റെ വർക്കുകൾ ഏകദേശം കഴിഞ്ഞു എന്ന് പറയാം. ഇനി വളരെ കുറഞ്ഞ ഭാഗങ്ങളിൽ മാത്രമാണ് വർക്കുകൾ നടക്കാനുള്ളത്. കുറ്റിപ്പുറം ഭാഗത്ത് കൂടാതെ നമ്മുടെ കൂരിയാട് ഭാഗത്ത് വട്ടപ്പാറ ഭാഗത്ത് വളരെ കുറഞ്ഞ വർക്കുകളാണ് ഉള്ളത്. അതിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ഞാനൊരു ഓൺലൈൻ മീഡിയയിൽ വേറൊരു വാർത്തയിൽ കണ്ടിരുന്നു. അതുവഴിയുള്ള സർവീസ് റോഡിൻ്റെ വർക്കുകൾ വളരെ പ്രയാസമാണ്. കോൺക്രീറ്റ് വാൾ കൊടുക്കുക എന്നുള്ള ഒരു വർക്കൊക്കെ പറയുന്നു കേട്ടിരുന്നു. സർവീസ് റോഡ് കോൺക്രീറ്റ് വാൾ ചെയ്തിട്ട് വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന രീതിയിലുള്ള റോഡ് നിർമ്മാണം നടക്കുമെന്ന് പിന്നീട് വാർത്തയിൽ കേട്ടത്. അതുവഴി പ്രായോഗികമല്ല എന്നാണ് അങ്ങനെ KNRCL കമ്പനി പറഞ്ഞിട്ടുള്ളത് എന്നുള്ള ഒരു ഇത് കേട്ടിരുന്നു. അത് എത്രത്തോളം സക്സസ് ആണ്, എത്രത്തോളം സത്യാവസ്ഥയാണ് എന്നൊന്നും അറിയില്ല. അങ്ങനെ ഒരു വാർത്ത കേട്ടത് കൊണ്ട് ഞാൻ നിങ്ങളെ അറിയിച്ചു എന്നാണ്. അപ്പം നമ്മൾ
ചേളാരി ഭാഗത്തു നിന്ന് ഹൈവേക്ക് കയറുന്ന ഭാഗത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇനി തിരിച്ച് അങ്ങോട്ട് തന്നെ പോകാം. ഞാൻ നിങ്ങൾക്ക് ഈ ഇവിടുത്തെ ഹൈവേയിലേക്ക് ഇറങ്ങുന്ന ആ ഒരു മെർജിങ് പോയിന്റ് ഒക്കെ കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ട് കാണിച്ചു എന്നാണ്. ചേളാരി ഭാഗത്തുനിന്ന് നമുക്ക് കോട്ടക്കൽ ഭാഗം മലപ്പുറം ഭാഗത്തേക്ക് വേങ്ങര അങ്ങോട്ടുള്ള ഭാഗത്തേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. അപ്പോൾ താഴ്ഭാഗത്തൂടെയാണ് നമ്മൾ അധികം വീഡിയോ ചെയ്യുമ്പോഴും പോകാറുള്ളത് ഈ ഭാഗത്തുള്ള കാഴ്ചകൾ. അപ്പോൾ വീണ്ടും ഒന്നും കൂടെ കാണിക്കുകയാണ്. പ്രവാസികളായ സുഹൃത്തുക്കൾ ഒരുപാട് വീഡിയോ കാണുന്നവരുണ്ട്. അവർക്ക് നാടിൻ്റെ മാറ്റം അറിയാൻ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. അവരൊക്കെ നിങ്ങളൊക്കെ കമൻറ്റിലൂടെ പറയുന്ന ഒരു അഭ്യർത്ഥന മാനിച്ചാണ് വീണ്ടും വീണ്ടും നമ്മൾ ഇവിടെയൊക്കെ വന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് കാണുക, ലൈക്ക് ചെയ്തിട്ട് കാണുക. അതിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. ഒരു ചെറിയ കമൻ്റ് ആണെങ്കിലും പോലും ഒരു ലൈക്ക് ചെയ്യേണ്ട കാര്യമാണെങ്കിലും നിങ്ങൾ ചെയ്യുമ്പോഴാണ് അത് ഒരു വലിയൊരു സപ്പോർട്ടാണ് തരുന്നത്. അത് മുന്നോട്ടുള്ള യാത്രകൾക്ക് വളരെ വലിയ പ്രയോജനം തരുന്നുണ്ട്. അപ്പം നിങ്ങൾ ലൈക്കും കമൻ്റൊക്കെ ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അപ്ഡേറ്റുകൾ വരുന്നത് ഞാൻ നിങ്ങളെ കാണിക്കും. അപ്പം നമ്മളെ ചേളാരി വരുന്ന അണ്ടർപാസും കടന്ന് നമ്മുടെ പടിക്കൽ ഭാഗത്തേക്ക് വെളിമുക്ക് അങ്ങോട്ടാണ് പോകുന്നത്. ഈ ഭാഗത്തൊക്കെ ഫുൾ വർക്കുകൾ കഴിഞ്ഞു, ഒന്നും വരാനില്ല. അപ്പോൾ പിന്നെ നമ്മുടെ സ്പീഡ് ക്യാമറകൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഞാൻ പറയുകയാണ് കൂട്ടത്തിൽ. അതുപോലെ ക്യാമറൻ്റെ ഓപ്പണിംഗ് ആണ് ഇനി അടുത്ത് വരാനുള്ളത്. അതാണ് അടുത്ത് നമുക്ക് കാണിക്കാനുള്ളത്. ഇവിടുന്ന് ചേളാരി അണ്ടർപാസിലൂടെ വന്ന് ഹൈവേയിലേക്ക് പടിക്കൽ ഭാഗത്തേക്ക് പോവാതെ നമുക്ക് ഹൈവേയിലേക്ക് കയറാനുള്ളൊരു എൻട്രിയാണ്. ആ ഭാഗത്തൂടെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.